ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂണിക് ഫ്ലവേഴ്സ് വിത്ത് വിജി. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയും ശർക്കരയും ഒക്കെ ഫില്ലിങ് വരുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഇലയട. കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമേ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവൊന്ന് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. ഇനി നമുക്ക് ഇലയിടയിലേക്ക് വേണ്ടി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണേ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ശർക്കരയൊക്കെ ഒന്ന് നല്ലതുപോലെ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു വേറൊരു പാനിലേക്ക് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാവേ. അപ്പം ഞാൻ ആ സോസ് പാനിലെ ശർക്കരപ്പാനി വേറൊരു പാനിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം. ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാകും. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ കുറുകി വരണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 5 ഏലക്കായും ഒരു 2 പിഞ്ച് ജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലുള്ള ആ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വരണം. പിന്നെ ശർക്കരയുടെ മധുരമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവേ. ഇനി ചെറിയ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ചേർത്താൽ മതിയേ. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ പശുവിൻ നെയ്യാണ്. ഇനി ബാക്കിയുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഈ തേങ്ങയും ശർക്കരയും എല്ലാം ഒരുമാതിരി ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം നല്ല രീതിക്ക് തന്നെ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കുകയും കൂടി ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിക്കോളും. ഇനി നമുക്കിതൊന്നൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം വാഴയിലയും വെച്ചിട്ടുണ്ട്. അത് തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ചൊരു പോർഷൻ എടുത്ത് നമുക്ക് ആ ഇലയിലേക്ക് വെച്ചൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലൊന്ന് കൈ നനച്ചിട്ട് മാവൊന്ന് നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തേക്കും കനം കുറച്ച് പരത്തിയെടുക്കണേ. എത്ര കട്ടി കുറയ്ക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അട പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലോണം കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ ആ ഒരു കൂട്ട് നമ്മുടെ അടയുടെ ഒരു സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് നമുക്ക് വെച്ച് കൊടുക്കാവേ. എന്നിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ അതേപോലെ ഒരു 6 ഇലയുടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് വെള്ളം തിളച്ചപ്പം തട്ട് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ആവി പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇലയടകളെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഓരോ സെറ്റ് ഇലയട വെച്ച് കഴിയുമ്പോഴും അതിനിടയ്ക്ക് ഇതുപോലെ സ്പൂൺ വെക്കുന്നുണ്ട്. എല്ലായിടത്തും പെട്ടെന്ന് ഒരേപോലെ ആവി എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന എല്ലാ അടകളും തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇലയുടെയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാവേ.
അപ്പോൾ നമ്മുടെ അട ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഇലയുടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.